അസ്സലാമലൈക്കും. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കിലാണ്. നിസ്സാരമായി ചിന്തിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. തിങ്ക് സ്മാർട്ട് ആൻഡ് ലെയോ ലൈറ്റ് എന്നുള്ളത്. നമ്മൾ സ്മാർട്ടായി ചിന്തിച്ചിട്ട് ലൈറ്റായിട്ട് ജീവിച്ചു തുടങ്ങുക. സോ നമുക്ക് ഫസ്റ്റ്ലി ചെറിയൊരു മെഡിറ്റേഷനിലേക്ക് പോവാം. ഓക്കെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ഡണ്ണെന്നും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊക്കെ അറിയിക്കുക. ഇന്ററാക്ഷൻ ചാറ്റ് ബോക്സിൽ നടക്കട്ടെ കേട്ടോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ മെഡിറ്റേഷന്. ഓക്കെ, എവരിബഡി ക്ലോസ് യുവർ ഐസ് ആൻഡ് നല്ല ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഒരിക്കൽ കൂടെ ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം ഉള്ളോട്ട് എടുക്കുക, ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക, പുറത്തേക്ക് വിടുക. ഓക്കെ, ഒരിക്കൽ കൂടി ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും പോസിറ്റീവായിട്ടുള്ള എനർജികളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. ശേഷം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകള്, നിങ്ങളെ ബോധവടയുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ചിന്തകള്, വിഷമങ്ങള്, പ്രയാസങ്ങള് എല്ലാം ഒരു കറുത്ത ഇരുണ്ട പുകയായിട്ട് നിങ്ങളുടെ വായിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി കുറച്ച് സമയം നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളിലേക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങളുടെ ഹൃദയം, പാൻക്രിയാസ്, ശരീരത്തിന്റെ ഉള്ളിലുള്ള ഓരോ അവയവങ്ങളിലേക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും, നിങ്ങളുടെ ഹൃദയമിടിപ്പിന്റെ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് ലയിച്ചു തരിക. ശേഷം ഇന്നാവുന്ന പുലരിയില് നിങ്ങൾ ജനിച്ചതില് ഇന്നാവുന്ന പുലരിയില് നിങ്ങൾക്ക് എണീക്കാൻ കഴിഞ്ഞതില്, ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ കഴിഞ്ഞതില്, ഒരു പുനർജന്മം നിങ്ങൾക്ക് നൽകിയതില് നിങ്ങളുടെ സൃഷ്ടാവിനോട് നന്ദി പറയാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ലൈഫില് നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിനും ആ ശ്വാസം നിങ്ങളുടെ സൃഷ്ടാവ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നും ആ ശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ അനുഗ്രഹം നിങ്ങൾക്ക് നൽകുന്ന ഒരു പവർ ഉണ്ട്, അല്ലെങ്കിൽ ആ അനുഗ്രഹം നിങ്ങൾക്ക് നൽകുന്ന ഒരു സുഖമുണ്ട്. അത് ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനോട് നന്ദി പറയാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വയറിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാവുന്നതാണ്. വയറിൽ ഡൈജസ്റ്റിക് ആവുന്ന പ്രോസസ്സിങ്, അത് എവറി ടൈം ആ ഒരു പ്രോസസ്സിങ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വയർ ഇത്രയും ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സുഖകരമായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നത്. കുറച്ച് ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ നമുക്ക് ഡൈജഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, നമ്മുടെ വയറിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അസ്വസ്ഥത ഒക്കെ ഒന്ന് ജസ്റ്റ് ചിന്തിച്ചിട്ട് നമ്മുടെ വയറ് ക്ലീൻ ആവുന്നതിനെ കുറിച്ചിട്ടും ഡൈജസ്റ്റിക് ആവുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും നിങ്ങളുടെ സൃഷ്ടാവിനോട് നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹത്തെ, അതിന്റെ വാല്യൂ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ നിങ്ങൾക്ക് നടക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, ഭക്ഷണം കഴിക്കാനുള്ള കഴിവ്, നിങ്ങളുടെ 2 കൈകൾ ചലിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ 2 കാലുകൾ ചലിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ തല, നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചലിപ്പിക്കാനുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളുടെ സൃഷ്ടാവിനോട് നന്ദി പറയാവുന്നതാണ്. ഹംദ് നിങ്ങളുടെ മനസ്സിൽ നിറയട്ടെ. ഓക്കെ, വെരി ഗുഡ്. ഗുഡ്, സൂപ്പർ സൂപ്പർ. ഇനി നമുക്ക് മെല്ലെ തിരിച്ചു വരാവുന്നതാണ്.
കുറച്ച് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടും ചിന്തിക്കാവുന്നതാണ്. ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടും നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തുവിട്ട് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലെ? തിരിച്ചു വന്ന ആളുകളൊക്കെ ചാറ്റ് ബോക്സിൽ റെഡി എന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പം പറഞ്ഞു ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ നിസാരമായി ചിന്തിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അല്ലെ? നമുക്കറിയാം നമ്മുടെ സൃഷ്ടാവ് നമുക്ക് ഒരുപാടേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളുടെ ആരോഗ്യം ആയിക്കൊള്ളട്ടെ, നമ്മളുടെ ചിന്തകളായിക്കൊള്ളട്ടെ, നമുക്ക് ചുറ്റിലുള്ള ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ ദൈവം നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങളാണ് എന്നുള്ളത്. സോ ആൻഡ് അറിയാം സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത്. സ്മാർട്ടായിട്ട്, ഏറ്റവും സൂപ്പറായിട്ട്, ഏറ്റവും നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ നമുക്ക് നമ്മളിൽ ബിലീഫ് കുറവാണ്, നമുക്ക് നമ്മളിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മളെ കുറിച്ചിട്ട്, നമ്മുടെ കഴിവുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ പരാജയപ്പെട്ടു തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പരാജയത്തിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ ഉണ്ട്. നമ്മുടെ ചിന്തകളെ ഏറ്റവും നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. സോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ഇന്ന് മോർണിംഗ് ഇപ്പം എണീറ്റത് മുതൽ നിങ്ങൾ എത്ര ചിന്തകളാണ് ആക്ച്വലി ചിന്തിച്ചിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എത്ര ചിന്തകളാണ് ചിന്തിച്ചിട്ടുള്ളത് എന്ന്. സോ നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 60,000 to 70,000 ചിന്തകളാണ് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്, നോർമലി ഒരു മനുഷ്യന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. അപ്പം അതില് ഒരുപാട് നല്ല ചിന്തകളുണ്ട്, നല്ലതല്ലാത്ത ചിന്തകളുണ്ടാകും, നമ്മൾ ഉയർത്തുന്ന ചിന്തകളും പരാജയപ്പെടുത്തുന്ന ചിന്തകളും ഒക്കെ അതിലുണ്ടാകും. സോ മനസ്സിലാക്കുക, അതിൽ ഒരു 80% റിപ്പീറ്റ് ചെയ്തിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 80% ചിന്തകളും ചിന്തിക്കുന്നത്. സോ അതിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതും ഉണ്ട്. ദെൻ അതില് നമുക്ക് നല്ല ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള തോട്ട്സ് വരും, അല്ലെങ്കിൽ ഒക്കെ ലൈറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ ആ ഒരു 80% വരുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് നമ്മൾ മാറുക. ഐ തിങ്ക് ഞാൻ ഓർക്കുന്നു, നമ്മുടെ ബ്രിട്ടീഷ് രാജതന്ത്രജ്ഞനായിട്ടുള്ള ബെഞ്ചമിൻ ഡിസ്റോളി പറയുന്നുണ്ട്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിട്ടാണ് തീരുക. നമ്മൾ സിമ്പിൾ ആയിട്ടാണോ ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരിക്കലും നമ്മൾ വളരൂല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് നമ്മൾ മാറുക. സോ നമ്മൾ വലുതായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതായിട്ട് തീരും. അല്ല നമുക്ക് ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നമുക്ക് കാര്യമായിട്ടൊന്നും വിജയിക്കാനില്ല എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചെറിയ ആളുകളായിട്ട്, അല്ലെങ്കിൽ ചുരുങ്ങിയ വിജയങ്ങളുള്ള ചെറിയ ആളുകളായിട്ട് മാറും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെയധികം ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ചിന്തകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്.
നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ഇന്ന് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് നമ്മൾ നാളെ മാറാൻ പോകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ചിന്തകളെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് എന്തായി തീരാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ നാളുകളിൽ നമ്മൾ എന്തായി തീരാനാണോ ആഗ്രഹിക്കുന്നത് അതായി തീരാൻ വേണ്ടിയിട്ടുള്ള ചിന്തകൾ, അതിൽ ഏറ്റവും നല്ല ഹയസ്റ്റ് ആയിട്ടുള്ള ചിന്തകൾ ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ നമുക്ക് ആ ഒരു സക്സസ്സിലേക്ക് എത്തപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. സോ ആക്ച്വലി വാട്ട് ഈസ് ദ നിസാര ചിന്ത? നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുന്നത് എന്താണ്? ആക്ച്വലി എന്താണത്? ആക്ച്വലി നമ്മുടെ ഓവർ തിങ്കിങ്, അതായത് സ്മോൾ തിങ്സിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ഓവർ തിങ്കിങ് ഒരു നിസാരമായിട്ടുള്ള ചിന്തയാണ് ആക്ച്വലി. ആൻഡ് ഇമാജിനിങ് വേഴ്സ്റ്റ് കേസ് ഫോർ നോ റീസണിങ്, ഒരു കാരണവും ഇല്ലാതെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ചിന്തകൾ, വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക, അതിനെ കുറിച്ച് ഇമാജിൻ ചെയ്യുന്നതും ഒരാവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും നമുക്ക് ഉപകാരപ്രദമാവാൻ പോവാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ മോശമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും ഒരു നിസ്സാരമായിട്ടുള്ള ചിന്ത തന്നെയാണ്. ദെൻ ഡ്വെല്ലിംഗ് ഓൺ പാസ്റ്റ്, ഫ്യൂച്ചർ, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ കുറെ സമയം ഇങ്ങനെ വെറുതെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാണ്, ഒരു ഉപകാരം ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ പാസ്റ്റിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചില്ല, ഇങ്ങനെ സംഭവിച്ചു, അത് ഒരു ഉപകാരവും ഇല്ല നമുക്ക്. ദെൻ ഫ്യൂച്ചറിൽ, ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ ഡ്വെല്ലിംഗ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും നമുക്ക് വെറും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ അതും നമ്മൾ യൂസ്ഫുൾ ആവാൻ പോകുന്നില്ല. സോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ദെൻ ഇപ്പം ടീംസിനെ സംബന്ധിച്ച് അപ്പൊ ഇത്തരം ചിന്തകളിൽ എങ്ങനെ ട്രാപ്പ് ആവുക അറിയോ? നമ്മുടെ പീർ പ്രഷർ കാരണം, നമ്മുടെ പീർ പ്രഷർ മീൻസ് നമ്മുടെ സെയിം ഏജിലുള്ള, നമ്മുടെ ചുറ്റിലുള്ള നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ, ഇവരിൽ നിന്നിട്ടുള്ളൊക്കെ പല രീതിയിലുള്ള പ്രഷറുകൾ വരുമ്പോഴാണ് നമ്മൾ ഇത്തരം ചിന്തകളിൽ ഓവർ തിങ്കിങ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമായിട്ട് ഇത്തരത്തിൽ ചിന്തിക്കാനൊക്കെ ചാൻസ് കൂടുതലുള്ളത്. ദെൻ സോഷ്യൽ മീഡിയ കമ്പാരിസൺസ്, ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല രീതിയിലുള്ള കമ്പാരിസൺ ഉണ്ടല്ല, ഓക്കെ അവർക്ക് അങ്ങനെയുണ്ട്, അവരുടെ ലൈഫ് അങ്ങനെയാണ്, അവരെന്ത് സെറ്റാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഓക്കെ എനിക്കത് അതൊന്നും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, ഞാനിങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ നമ്മളെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മോശമായിട്ടുള്ള പല ചിന്തകളിലേക്കൊക്കെ കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. ദെൻ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, ഓക്കെ, അനാവശ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു ഇടമാണ് ജഡ്ജ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അല്ലെ, ആളുകൾ നമ്മളെ മോശമായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പം, അല്ലെങ്കിൽ നമ്മൾ അത്തരം ഭയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ മോശമായിട്ട് ചിന്തിക്കും, അല്ലെങ്കിൽ ഓക്കെ ഞാൻ അവിടെ ഇടപെടേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെ കായാ മതി എന്നുള്ള രീതിയിലും നമ്മൾ ചിന്തിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു ഇതാണ്. ദെൻ അത് എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മുടെ ലോസ് ഓഫ് ഫോക്കസ് ഇൻ സ്റ്റഡീസ്, നമ്മളുടെ പഠന കാര്യങ്ങളിലെ ഫോക്കസ് കുറയാൻ വേണ്ടിയിട്ട് അത് കാരണമാകും. കാരണം നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫ്യൂച്ചറിനെ പാസ്റ്റിനെ ഒക്കെ കുറിച്ചിട്ട് ഇങ്ങനെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് സമയം കളയാനൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനത്തിൽ ശ്രദ്ധ കുറയാൻ അത് കാരണമാവും. അതേപോലെ നമ്മുടെ മൂഡ് സ്വിങ്സ്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനും നമ്മുടെ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനൊക്കെ പ്രത്യേകിച്ച് അത് കാരണമാവുന്നുണ്ട്. ദെൻ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയാനും, നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ കൊണ്ട് അത് പറ്റൂല, അതിനൊന്നും ഞാൻ അത്തരം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയൂല, എനിക്ക് അതിൽ കഴിവില്ല, അല്ലെങ്കിൽ അവരെ പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കമ്പയർ ചെയ്തിട്ടും നമ്മളിങ്ങനെ സെൽഫിനെ ലോ ഇമേജ് കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരും. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല, നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് എവിടെയും ഇടപെടാൻ പറ്റാത്ത സിറ്റുവേഷനും വരും. ആൻഡ് നമ്മളെ സ്ലീപ്പിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. ഇത്തരം നിസ്സാരമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ സ്ലീപ്പ് സിസ്റ്റത്തെയും അത് അനാവശ്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഞാൻ പറയട്ടെ, അതിനൊരു അത്തരം ഇത് തോട്ട്സ് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അത് നമ്മൾ പറയുന്നത് 3 സ്റ്റെപ്പ് സ്റ്റോപ്പ് ഫോർമുല എന്നുള്ളതാണ്. 3 സ്റ്റെപ്സ് സ്റ്റോപ്പ് ഫോർമുല. സോ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസ് ചെയ്യുക. നമ്മൾ
അത്തരം ചിന്തകൾ വരുന്ന സമയത്ത്, നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ പൗസ് ചെയ്യും. ഓക്കെ, അതിനെ പൗസ് ചെയ്ത് വെച്ചിട്ട് ഡീപ്പായിട്ടുള്ള ഒരു ബ്രീത്ത് എടുക്കുക, വിടുക. അങ്ങനെ ഒരു 3 ടൈംസ് നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളവിടെ പൗസായി നിർത്തും. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 3 ടൈംസ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രീത്തിങ് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് പൗസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ദെൻ നമ്മൾ ആസ്ക് ചെയ്യുക, നമ്മൾ ചോദിക്കുക, എന്ത് ഇത് നമ്മുടെ ലൈഫിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണോ, അല്ലെങ്കിൽ ഈ തോട്ട് ഒരു 1 year ഒക്കെ കഴിയുമ്പോൾ എന്നെ ഏതെങ്കിലും രീതിയിൽ എഫേർട്ട് ചെയ്യോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ഓക്കെ, ഫസ്റ്റ് പൗസ് ചെയ്യുക. സെക്കൻഡ് വൺ, ആസ്ക് ടു അവർ സെൽഫ്, ഇതുകൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളതാണോ എന്നുള്ളത് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക. ദെൻ ആഫ്റ്റർ ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. മൂവ് മൈൻഡ് ടു ദ യൂസ്ഫുൾ ആക്ഷൻ ഓർ ഹാപ്പി തോട്ട്സ്. നമുക്ക് അങ്ങനെ നമ്മൾ പൗസ് ചെയ്ത് വെക്കുന്നു, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നു. സോ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ആ ഒരു ഇതിനവിടെ പൗസ് ചെയ്തിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുക. അതിനവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സംതിങ് നമുക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് നമ്മൾ ചിന്തിക്കുക. ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു തോട്ട്, നമ്മൾ യൂസ്ഫുൾ ആവുന്ന ഒരു തോട്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം അനാവശ്യമായിട്ട് എന്തെങ്കിലും ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതെന്റെ ജസ്റ്റ് ഒന്ന് നമുക്ക് അനാവശ്യമായിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൗസ് ചെയ്യുക. ആൻഡ് നമ്മള് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് ചിന്തിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക, ആൻഡ് അത് സ്റ്റോപ്പ് ചെയ്യുക. നെക്സ്റ്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്ത ചിന്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു 30 minutes മുന്നേ ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ സ്ക്രീൻസ് ഒഴിവാക്കുക, ഫോൺ ഒഴിവാക്കുക എന്നുള്ളത്. നമുക്ക് ഇത്തരം നമ്മൾ കുഞ്ഞായി ചിന്തിക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമായി ചിന്തിക്കുന്നതിന്റെ എഫക്റ്റുകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഹാബിറ്റ്സുകളാണ്. ഒന്ന്, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് സമയം മുന്നേ, ഒരു 30 minutes മുന്നെങ്കിലും ഫോണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഫോണുമായിട്ടുള്ള കണക്ഷൻസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ബുക്സ് വായിക്കുക, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. ദെൻ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ജേർണലിംഗ് എഴുതി തുടങ്ങുക. നമ്മള് ഇന്ന് നമ്മൾ യൂസ്ഫുൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും 3 തിങ്സ്, എന്തെങ്കിലും 3 കാര്യങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള, ഐ തിങ്ക് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫോർഗിവ്നെസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ എഴുതിയിട്ട് ഉറങ്ങാൻ പോവുക എന്നുള്ളതാണ്. ഡയറി നമ്മൾ ജേർണലിംഗ് എഴുതുക എന്തെങ്കിലുമൊക്കെ. ദെൻ ചൂസ് യുവർ സർക്കിൾ. നമ്മളുടെ ബി അറൗണ്ട് അപ്ലിഫ്റ്റിംഗ് പീപ്പിൾസ് എന്നുള്ളതാണ്. നമ്മളെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന, നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന, നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന നല്ല പീപ്പിളുമായിട്ട്, നല്ല ജനങ്ങളുമായിട്ട്, നല്ല ചുറ്റുപാടായിട്ട്, നല്ല സുഹൃത്തുക്കളായിട്ട് നമ്മൾ സഹവസിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്മളെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യിപ്പിക്കാത്ത, നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ പറ്റുന്ന, ഓക്കെ, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, എനിക്കത് പറ്റും, എന്താ പറയുക, ബ്രില്യൻ്റ് ആണ്, ഞാൻ ഓക്കെയാണ്, ഞാൻ സൂപ്പറാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകെട്ടുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ദെൻ നമ്മുടെ ലിമിറ്റ് ഗോസിപ്പുകൾ മനസ്സിലാക്കുക. നമ്മുടെ എനർജി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ്സ് വെരി പ്രീഷ്യസ്. സോ നമ്മുടെ എനർജിയെ നമ്മൾ ഗോസിപ്സിലേക്കും, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആളുകളെ കുറിച്ചിട്ട് മോശം പറയുക, സാഹചര്യങ്ങളെ കുറിച്ചിട്ട് മോശം പറയുക, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ എനർജി കൊടുക്കാതെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ഓക്കെ, നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ഇന്ന് ആക്ഷൻസ് ഇട്ട് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ബോധേഡായി തുടങ്ങുക, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക എന്നതാണ്. സോ നമുക്ക്
ഒരു ചലഞ്ച് ആയിട്ട് എടുക്കാൻ, ഒരു 6 days ചലഞ്ച് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അല്ലെ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ എപ്പോ വരുന്നോ അപ്പൊ അതിനെ ക്യാച്ച് ചെയ്യുക, അവിടെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അനാവശ്യ ചിന്തകൾ വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ പഠിച്ചു സ്റ്റോപ്പ് ഫോമിൽ നമ്മൾ പഠിച്ചു. സോ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോമുല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷന് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ നിങ്ങൾ ഇന്നത്തെ ഒരു ചലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലേ? ഓക്കെ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഡൺ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ ഒരു 7 days നെക്സ്റ്റ് ടീനപ്പിന്റെ പ്രോഗ്രാം വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുന്നതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് ഇത് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് തുടങ്ങുക. ഓക്കെ, ഇൻഷാല്ലാ. ആൻഡ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് അറിയിക്കാനുള്ളത്, ഇൻഷാല്ലാ നമ്മുടെ ടീനപ്പിന്റെ നെക്സ്റ്റ് പ്രോഗ്രാം നമ്മൾ ഡേറ്റ് ഉടനെ നമ്മൾ റിവീൽ ചെയ്യുന്നതാണ്. ആൻഡ് ഇൻഷാല്ലാ നെക്സ്റ്റ് മന്തിൽ അത് ഉണ്ടാവും. അപ്പം പറ്റുന്ന ആളുകളൊക്കെ അതിൽ ജോയിൻ ചെയ്യുക. ടീനപ്പിന്റെ ലൈവ് ആയിട്ടുള്ള ഇവന്റ് ആണ് 1 day ടീനേജ് എംപവർമെന്റ് വർക്ക്ഷോപ്പ് ടീനപ്പ് 2.0. ഇൻഷാല്ലാ അത് നെക്സ്റ്റ് മന്ത് ഒരു 2nd week ഒക്കെ ആയിട്ട് വരും. അപ്പം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി റെഡി ആവുക. നമ്മുടെ കോർഡിനേറ്റേഴ്സ് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലായിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ്. സോ അപ്പം ആ ഒരു എന്താ പറയുക, ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ നമ്മളൊരു അഫർമേഷൻ എന്ന് പറയുന്നത് ഐ എം വെരി കോൺഫിഡൻറ്റ്, ഐ എം ഗെറ്റിംഗ് ബെറ്റർ ഇൻ എവറി ഡേ. നിങ്ങളുടെ സോളിനോട് നിങ്ങളോട് തന്നെ പറയാം, ഐ എം വെരി കോൺഫിഡൻറ്റ്, ഐ എം ഗെറ്റിംഗ് ബെറ്റർ ഇൻ എവറി ഡേ. ഐ എം വെരി കോൺഫിഡൻറ്റ് ആൻഡ് ഐ എം ഗെറ്റിംഗ് ബെറ്റർ ഇൻ എവറി ഡേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഒരു ഓൾമോസ്റ്റ് ടൈം കഴിയാനായിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ടീനപ്പിന്റെ പ്രോഗ്രാമിൽ കാണാം. ബൈ, സി യു. അസ്സലാമു അലൈക്കും.